നോമ്പ് 5-ാം തിങ്കൾ. ലൂക്ക എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ധനികനായ അധികാരി. യേശുവിന്റെ അവസാനത്തെ ജെറുസലേം യാത്രാവേളയിലാണ് ഇന്നത്തെ സംഭവം അരങ്ങേറുന്നത്. യാത്രയുടെ അന്ത്യത്തിൽ തനിക്ക് വന്ന് ഭവിക്കാൻ പോകുന്ന പീഡാനുഭവത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചുമൊക്കെ അവൻ പങ്കുവച്ചു കൊണ്ടാണ് യാത്ര തുടരുന്നത്. സ്വയം ശൂന്യവൽക്കരണത്തിലൂടെയുള്ള ഒരു രക്ഷാകർമ്മമാണത്. ആ മാമോദീസ സ്വീകരിക്കുന്നതുവരെ അവന്റെ ഹൃദയം അസ്വസ്ഥമായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യമായി ദൈവത്തെ സ്വീകരിക്കുന്നവന് ലോകസമ്പത്തിനെ ഉപേക്ഷിക്കാനും സർവ്വസംഘ പരിത്യാഗിയായി ജീവിക്കാനുമുള്ള വരം ദൈവം തന്നെ നൽകും. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്ക 16:25 ധനവാനും ലാസറും എന്ന ഉപമയോട് ജീവിക്കുന്ന ഉദാഹരണമാണ് ഇന്നത്തെ സുവിശേഷത്തിലെ ധനവാനായ അധികാരി. ഉപമയിലെ ആ ധനവാൻ പ്രകടമായ തെറ്റൊന്നും ചെയ്ത് കാണുന്നില്ല. സ്വർഗം ചൂണ്ടിക്കാട്ടുന്ന അവന്റെ തെറ്റ്, നീ നിന്റെ സമ്പത്ത് കൊണ്ട് ഇവിടെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചു എന്ന് മാത്രമാണ്. ദൈവകൽപ്പനകളെല്ലാം പാലിക്കുന്നെന്ന അവകാശവാദം ഉന്നയിക്കുന്ന ധനികനായ ഇന്നത്തെ അധികാരി ചോദിക്കുന്നത് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്നായിരുന്നു. നിത്യജീവൻ അവകാശമാക്കാൻ നിയമം പാലിക്കുക എന്ന് മാത്രം വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തിലെ പ്രമാണമായിരുന്നു അവൻ. എന്നാൽ ആ നിയമം യേശു ഇന്ന് തിരുത്തുന്നു. നിന്റെ സുഖത്തിനും സംരക്ഷണത്തിനും ഉപകരിക്കുമെന്ന് കരുതി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ലോക സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് മുട്ടുപാടുള്ള ദരിദ്രന് ദാനം ചെയ്താൽ അത് സ്വർഗത്തിൽ നിക്ഷേപമായി മാറും എന്ന പുതിയ കൽപ്പനയാണത്. എല്ലാ നിയമങ്ങളും സഹോദര സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ശാശ്വതമല്ലാത്ത ലോകത്തിന്റെ സമ്പത്തും സംരക്ഷണവും വിട്ടുപേക്ഷിച്ച് തിരികെ വന്ന് യേശുവിനെ അനുഗമിക്കുക, നിത്യജീവൻ ലഭിക്കും. അതാണ് അവന് ലഭിച്ച ഉപദേശം. അധാർമികമായ സമ്പത്ത് കൊണ്ട് സ്നേഹിതരെ സമ്പാദിക്കുവിൻ. അവ നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങൾ സ്വീകരിക്കും. ഈ ലോകത്തിലെ സർവ്വതും അധാർമികമാണെന്നും അത് സഹോദരങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ വിനിയോഗിച്ചാൽ സ്വർഗത്തിൽ ഒരു നിത്യകൂടാരം പണിതുയർത്താൻ അത് ഉപകരിക്കും. ലൗകികമായതിനാൽ നിന്നെല്ലാം മോചനം പ്രാപിക്കാതെ ദൈവ ഐക്യത്തിന്റെ നിറവിൽ എത്തിച്ചേരാൻ ആർക്കും